എടാ, ഒരു ടീനേജർ മോള് കേട്ടോ. ഉം. അന്നത്തെ ദിവസം സ്കൂളിൽ പോയി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഭയങ്കര ഫൈറ്റായിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നു, ഭയങ്കര സങ്കടം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഈ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പം പാട്ടൊക്കെ അങ്ങോട്ട് വെച്ച് അവിടെ ഇരുന്ന് പാട്ടും കേട്ടോണ്ടിരിക്കുക. ഹുഹു. കുറേ നേരമായി. എന്താന്ന് പറഞ്ഞാൽ അത് ആ ഒരു സങ്കടത്തിൽ നിന്ന് വെളിയിൽ വരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉം. അപ്പം പെട്ടെന്ന് ഡോറ് തുറന്ന് അമ്മ കയറി വരും. അമ്മ കയറി വന്നിട്ട്, ഇത് എന്തൊരു ഇരിപ്പാ, എത്ര നേരം ഈ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്നേ, നിനക്കൊന്ന് വെളിയിലോട്ട് വന്നുകൂടെ, ഞങ്ങളിവിടെ കുറച്ച് മനുഷ്യന്മാരൊക്കെ ഉണ്ട്, ഞങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചുകൂടെ എന്ന് പറയട്ടോ. അപ്പൊ ഈ കുട്ടി പറയാം, ഇല്ല അമ്മ, എന്നെ കുറച്ചു നേരം വിട്. ഓ പിന്നെ, ലോകം മുഴുവൻ നിന്റെ തലയിൽ കൂടെ അല്ലേ നടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു പോക്ക്, ഡോറ് വലിച്ചടച്ച് അമ്മ ഒരു പോക്ക്. അപ്പൊ ഈ കുട്ടി ഓർക്കും, ഷോ, അമ്മയൊന്ന് എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ ഒരു സങ്കടത്തിലാന്ന് അമ്മ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പിന്നെ ഈ കുട്ടി ഓർക്കും, ഞാനിത് അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അമ്മയ്ക്ക് വല്ലതും മനസ്സിലാവോ, അമ്മ എന്നെ ജഡ്ജ് ചെയ്യോ, നിന്റെ പ്രശ്നമാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുകളിൽ കുറ്റം ഇടോ. വേണ്ട, പോട്ടെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞ് ആ സിനാറിയോ അങ്ങനെ തീർന്നു. ഈ മോള്, വഴക്കുണ്ടാക്കിയ മോള്, പിന്നെ വലുതായി, അവർക്കൊരു ഫാമിലിയായി, അവർക്കൊരു മോനുണ്ട്. ഉം. ഉം. അവരുടെ വീട്ടിലെ ഒരു സിനാരിയോ കേട്ടോ. ഈ മോൻ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അന്ന് ഈ മോന് സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ നിന്ന് കുറേ ചീത്ത കിട്ടി. ഈ കുട്ടി തെറ്റ് ചെയ്യാതെ അതിൻ്റെ ഫ്രണ്ട് ചെയ്തതിന് ടീച്ചർ കുറേ അതിന് വഴക്ക് പറയുകയും ഒക്കെ ചെയ്തു. അവന് ഇതുപോലെ സാഡായി വീട്ടിൽ വന്ന് അന്ന് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പം അമ്മ ഫുഡൊക്കെ വിളമ്പി കൊടുക്കും. ഇവൻ അപ്പം ഇങ്ങനെ ഈ ഫുഡിൻ്റെ പ്ലേറ്റിനില്ല ഇങ്ങനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അപ്പം അവൻ്റെ മനസ്സിൽ മുഴുവൻ അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ അവന് ചീത്ത പറഞ്ഞതിൻ്റെ ആ ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ ഉടനെ അമ്മ, എന്തോ, വാട്ട് ഈസ് ദിസ് ബിഹേവിയർ, വൈ ആർ യു ഡൂയിങ് ദിസ്, എന്തെങ്കിലും ഫുഡിന് റെസ്പെക്റ്റ് കാണിക്കൂ, ഇങ്ങനെയാണോ കുട്ടികൾ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇതേ കുട്ടി വലുതായിട്ട് അമ്മയായിട്ട് ഈ മോൻ്റെ അടുത്ത് പറയുന്നതാണ്. അപ്പം ഈ മോൻ ചിന്തിക്കുക, അമ്മയുടെ അടുത്ത് പറയണോ വേണ്ടയോ, ഇനി ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മയുടെ വായിന്ന് ഞാൻ കേൾക്കും. അപ്പം അമ്മ എന്തായാലും എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. അപ്പം അമ്മയുടെ അടുത്ത് ഞാനൊന്നും മിണ്ടുന്നില്ല. ആക്ച്വലി ഇതല്ലേ നമുക്കൊക്കെ പറ്റുന്നത്. നമ്മൾ ഒരു പ്രായത്തിൽ നമ്മൾ പറയും നമ്മളുടെ പേരൻസ് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന്. അവിടെ നമ്മൾ കുറേ കോൺവെർസേഷനും ഇല്ലാണ്ടാവും. അതുപോലെ നമ്മൾ പേരൻസ് ആവുമ്പം ആക്ച്വലി ആർ വി ഡൂയിങ് ദ സെയിം ടു അവർ കിഡ്സ്? അയ്യോ! ആണ് ട്ടോ. അല്ല, ആവാം. എന്താ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒന്നാമത് ജനറേഷൻ ഒരു ഗ്യാപ്പ് എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അല്ലേ? ഓരോ സമയത്തുള്ള വാല്യൂസും ലൈഫ് സ്റ്റൈലും വളരെ ഡിഫറന്റാ. അത് കഴിഞ്ഞ് സെക്കൻഡ് തിങ് കമ്മ്യൂണിക്കേഷന്റെ മോഡ് ഒരു പാറ്റേൺ ഉണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ അതും കുറച്ച് ഡിഫറന്റാ. പണ്ടത്തെ ഇപ്പൊ നീ പറഞ്ഞ പോലെ ഒരു ഒരു പിണക്കം ഫ്രണ്ടിനോട് പിണങ്ങിയത് നമുക്ക് ആക്ച്വലി ഒരു ഭയങ്കര വലിയ കാര്യമായിരുന്നു. അപ്പൊ ആ കാര്യമാകുമ്പോ ഈ പറഞ്ഞ പോലെ പാട്ടുകളോ ഏതെങ്കിലും സൈഡിൽ പോയി ഇരിക്കലൊക്കെയാണ്. ഏഹ് കാലം മാറുമ്പം ഈ പറഞ്ഞ പോലെ ആക്ച്വലി ഇമോഷണൽ പെയിൻ സെയിം ആണല്ലേ? പക്ഷെ ഓരോരുത്തർ എക്സ്പ്രസ് ചെയ്യുന്ന ആ കുട്ടി മിണ്ടാണ്ടിരുന്നു. ഈ മോൻ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് തിരിച്ച് കളിച്ചു. പക്ഷെ റിയലൈസേഷൻ ആവുന്നില്ല. എന്തൊക്കെ വെച്ചാൽ നമ്മളെനിക്കൊന്ന് ഈ ഗ്യാപ്പ് പോട്ടെ, വയസ്സിന്റെ ഗ്യാപ്പ് മാറി. കമ്മ്യൂണിക്കേഷൻ രീതി മാറി. മൂന്നാമത്തെ എല്ലാ സ്റ്റേജിലും പാരന്റ്സ് ട്രൈ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമ്മള് നല്ല പാരന്റ് ആവുക. അല്ലേ? നാലാമത്തെ കാര്യം നമുക്കൊന്നും അറിയുന്നില്ല. എനിക്ക് ഈ ഇമോഷണൽ വെൽനെസ് എന്താണ്? കുട്ടികളുടെ എങ്ങനെ ഇമോഷണലി ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു പാരന്റ്സ് ഇത്തിരി ബാക്കൗട്ട് ആയി പോവാണ് തോന്നുന്നു. ജനറേഷൻ പോകുന്തോറും നമ്മൾ ഒരു സ്റ്റെപ്പ് എപ്പഴും ബാക്കിൽ നിൽക്കുന്നോണ്ടായിരിക്കും ഈ ഫീലിംഗ് വരുന്നത്. അതെ, നീ പറയുന്നത് പോലെ തന്നെ ഈ പണ്ടാണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞ പോലെ ജനറേഷണൽ ഗ്യാപ്പ് ഭയങ്കര വലുതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ എക്സ്പ്രസീവാ. വന്ന് എന്തും അവർക്ക് തുറന്നു പറയാനുള്ള മിക്ക കുട്ടികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ പേരൻസും കുട്ടികളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും നല്ലതാണ്. ഉം. പക്ഷെ എന്നാലും അവിടെ വില്ലനായിട്ട് കുറേ പേരുണ്ട്. ഒന്നാമത് സ്ക്രീൻ ടൈം, സോഷ്യൽ മീഡിയ. എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് സങ്കടം വന്നാലും ഒരു സ്റ്റേറ്റസ് അപ്ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് വലിയൊരു കാര്യമായിട്ട് കുട്ടികൾക്ക് തോന്നുന്നത്. അതുമല്ല, അവര് ഈ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടി അവരൊരു ചൂസ് ചെയ്യുന്ന ഒരു ഇതാണ് സോഷ്യൽ മീഡിയ. അവിടെ എത്ര നേരം കളയുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ആ കളയുന്നത് മാത്രമല്ല, അവരുടെ ഇമോഷൻ അതിൽ നിന്ന് പോയിട്ടുണ്ടോ അതും ഇല്ല. എന്നാ അവരാ ഇത് കഴിഞ്ഞു കഴിയുമ്പോഴും ആ ഇമോഷൻസ് പിന്നെയും അവരുടെ ഉള്ളിൽ ബിൽഡ് ആവുകയാണ്. അയ്യോ, പിന്നെ ആ തോട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ ആയില്ലേ, ഇങ്ങനെ ആയില്ലേ എന്ന് പറഞ്ഞിട്ട്.
രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കരിയർ പാത്സ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കരിയേഴ്സ് ആണ്. ചിലപ്പോൾ പേരൻസിന് അത് മനസ്സിലാവില്ല. ഒരു നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, പക്ഷെ അതിന് ചിലപ്പം ആർട്ടിനോടായിരിക്കും താല്പര്യം, ആർട്ട് പെർസ്യൂ ചെയ്യാനായിരിക്കും താല്പര്യം, പക്ഷെ പേരൻസിന് അത് മനസ്സിലാവുന്നില്ല. പേരൻസ് അയ്യോ ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ലൊരു ഫ്യൂച്ചർ അല്ലേ നമ്മൾ നോക്കണ്ടേ. അങ്ങനത്തെ ഒരു ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴും ഈ ഒരു പ്രശ്നം പേരൻസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത കുട്ടികളിൽ വരാം. അതുപോലെ തന്നെ വാല്യൂ സിസ്റ്റം പണ്ട് പേരൻസ് നന്നായി പഠിച്ച് ടോപ്പ് മാർക്കിൽ വരണം എന്ന് പറയുന്ന ഒരു വാല്യൂ സിസ്റ്റം ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ നമ്മളുടെ ഓൺ മക്കൾക്ക്. അപ്പം ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷനും ഇവിടെ വില്ലനായിട്ട് വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഉം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മള് ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പം ചെറുതാകുമ്പോൾ നമ്മൾ പറയും ഓക്കെ നമ്മളെ പാരൻസ് ചെയ്ത പോലെ നമ്മൾ ചെയ്യില്ല. നമ്മൾ കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. എല്ലാവരും ഇപ്പം അങ്ങനെ ആഗ്രഹിക്കും. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് പാരന്റ് ആവണം. ആ ഒരു ഫ്രസ്ട്രേഷൻ കൊടുക്കരുതെന്ന്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുട്ടി വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുക നമ്മൾ ചെയ്തതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേറെ പാറ്റേൺ ആയിരിക്കും. ആ കാണിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയാന്ന് വെച്ചാലേ ഓ ഡ്രാമ നിർത്തുവോ. ഈ ഡ്രാമ എന്നൊക്കെ പറയുന്ന വേർഡ് പണ്ടും ഉണ്ട്. പണ്ട് എന്താ നാടകം കാണിക്കണ്ടെന്നോ അല്ലെങ്കിൽ വാശി കാണിക്കണ്ടെന്നായിരിക്കും പറഞ്ഞത്. നമ്മളിപ്പം ഡോണ്ട് ഷോ ഡ്രാമ അങ്ങനെ അങ്ങനെ വേർഡ്സ് മാറ്റി മാറ്റി പറഞ്ഞിട്ട് ഡിസ്മിസ്സാ ചെയ്യുന്നവരെ. പിന്നെ അവര് പറയുന്ന കാര്യങ്ങള് കേൾക്കാനും മനസ്സിലാക്കാനും ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞാ ഇരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട്. പക്ഷെ വെറും കേട്ടതുകൊണ്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മളത് ഒരു ഫുൾ ഇതില് ഉൾക്കൊള്ളുന്നില്ല തോന്നുന്നു ഈ കുട്ടികള് പറയുന്നെ. അപ്പൊ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങള് വരുമ്പോ എന്താന്ന് വെച്ചാല് ഗ്യാപ്പ് കൂടി കൂടി വരിക. കൂടും തോറും എന്ത് പറ്റും വെച്ചാല് കമ്മ്യൂണിക്കേഷനും കുറഞ്ഞു കുറഞ്ഞന്നെ വരും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഈ കുറേ പേരൻസ് ഇപ്പം ഞാൻ പറഞ്ഞൊരു സ്റ്റോറിയിൽ 2 ജനറേഷൻ ആണ്. അപ്പം ഈ അമ്മ ഗോ ത്രൂ ചെയ്തത് തന്നെ അറിയാണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. മനസ്സിലായോ? നമ്മൾ ചിലപ്പോൾ ഗോ ത്രൂ ചെയ്തത് നമുക്ക് അന്ന് ഫീൽ ബാഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ വിചാരിക്കാതെ തന്നെ ചില സിറ്റുവേഷൻ വരുമ്പം അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ ബിഹേവിയറിൽ നിന്ന് വരികയാണ്. ഉം. ബിക്കോസ് നമ്മൾ പേരൻസിന്റെ കുറേ ഇത് പഠിക്കുമല്ലോ, അറിയാണ്ടും അറിഞ്ഞുകൊണ്ടും. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിലും ഈ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പം വാശി പിടിച്ചിട്ടായിരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഉം. പറയുന്നത്. ഉം. ഉം. അപ്പൊ ഈ വാശി കാണിക്കുമ്പോൾ പേരൻസും അതുപോലെ തന്നെ വിഡ്രോൺ ആണ് ആവുന്നത്. ദേ വിൽ നോട്ട് അക്സെപ്റ്റ് തിങ്സ്. ഉം. അത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പേരൻസിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഫിയർ ഉണ്ടാവും. അയ്യോ ഇപ്പൊ ഞാനും പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ആർട്ട് പെർസ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ അയ്യോ ഇവന്റെ ഇനി ഫ്യൂച്ചർ, ഇവന്റെയോ ഇവളുടെയോ ഫ്യൂച്ചർ ഇനി ചീത്തയാവുമോ, അറ്റ്ലീസ്റ്റ് അവർക്കൊരു ഏർണിംഗ് ഇല്ലാണ്ടാവുമോ എന്നുള്ളൊരു ഫിയറും ഓവർ പ്രൊട്ടക്ഷൻ കാരണമാവാം ചിലപ്പം അവിടെ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പേരൻസ് ഓർക്കും അന്ന് എൻ്റെ പേരൻസ് എന്നെ ഇതുപോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഭാഗ്യങ്ങളൊക്കെ തന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വലിയൊരാളായേനെ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്നു, അപ്പൊ എന്തുകൊണ്ട് കുട്ടി അങ്ങനെ ആവുന്നില്ല? അപ്പം എൻ്റെ ജീവിതത്തിൽ നടന്ന മിസ്റ്റേക്ക് എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോട്ടും കൊണ്ടാവാം ഇപ്പം ഈ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് എന്ന് തോന്നുന്നു. നീ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ രഞ്ജു, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എന്താ വെച്ചാൽ മമ്മി ഇപ്പോഴും പറയായിരുന്നു അവരുടെ സമയത്ത് ഇവർക്ക് രാവിലെ മമ്മീന്റെ ഒക്കെ സമയത്ത് രാവിലെ നീറ്റാല് ഒരു 5 o'clock 5:30 നേരത്തെ നീക്കുവേ. നേരത്തെ നീറ്റിട്ട് എല്ലാവർക്കും കുഞ്ഞു ചെറിയ ചെറിയ പണികൾ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഉമ്മറടിക്കുക, ശിവൂതി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാ. മമ്മി പറയും ഇങ്ങനെ പഠിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്ര അമ്മമ്മ വിളിച്ചിട്ട് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം. മമ്മീന്റെ മനസ്സിൽ ഞാൻ എന്റെ മകൾക്ക് ഇങ്ങനത്തെ ഒരു പണിയും രാവിലെ കൊടുക്കില്ല, ഇന്ന് അവള് നന്നായിട്ട് പഠിക്കല്ലോ എന്നാണ്. പക്ഷെ നമ്മുടെ സമയമാകുമ്പോഴേക്കും എനിക്ക് വേറെ കാര്യങ്ങളിലാണ് ഇഷ്ടം വരുന്നത്. അപ്പം മമ്മീന്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നെ, എനിക്ക് ഇത്രയും ഞാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ട് അവൾ അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ട്, അമ്മമ്മയ്ക്കൊക്കെ പഠിക്കീന്നും പറയാനേ അറിയില്ലായിരുന്നു. എത്ര മാർക്ക് വാങ്ങണം എങ്ങനെയെന്ന് പറഞ്ഞുതരാൻ അറിയില്ല. ഞങ്ങളാകുമ്പോഴേക്കും മമ്മി പറഞ്ഞു തന്നു എക്സാക്ട്ലി ഏകദേശം എത്ര പെർസെൻറ്റേജ് വാങ്ങൂന്നൊക്കെ. അപ്പൊ ഇപ്പം അതൊക്കെ അന്ന് കേട്ടപ്പോ എന്താ ഇപ്പൊ ഇത് പറയുന്നത് തോന്നിയ ഞാനും ഇപ്പം നമ്മളെ കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കുറെ അവയർനെസ് കാര്യങ്ങൾ ഉണ്ടല്ലോ, ആ കുട്ടീനെ കണ്ടു, ആ മോള് എവിടേക്കോ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇന്ന കോഴ്സൊക്കെ കണ്ടുപിടിച്ചു. അറിഞ്ഞോ അറിയാതെയോ നീ പറഞ്ഞ പോലെ നമ്മൾ പാരൻസ് ആവുമ്പോൾ കുട്ടികൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം എന്നുള്ള വിചാരം കൂടിയിട്ട് നമ്മൾ അവരെ പഴയ പോലെ ചെറുതായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്.
അതെ, അതെ. വളരെ ട്രൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് കൂടുതല് കുട്ടികളുടെ ഒരു ഇമോഷൻസ് മനസ്സിലാക്കി തൊടങ്ങണം. ഇതുപോലെ തന്നെ നീ പറയുന്ന പോലെ കൊറേ കാര്യങ്ങള് തെറ്റുകള് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മള് ആ കുട്ടികളുടെ ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി അതർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ ട്രൈ ചെയ്താൽ ചിലപ്പം ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു പ്രശ്നത്തിനെ നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. അതെ. പിന്നെ നമുക്ക് ഇതൊന്ന് ചെയ്യാം. അവര് പറയുന്നത് ആക്റ്റീവ്‌ലി ലിസൺ ചെയ്യാൻ പറ്റും. ആക്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ, അല്ലാതെ അവർക്കൊരു തർക്കുത്തരം പറയാൻ വേണ്ടിയിട്ടോ, അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നന്നായിട്ട് കേട്ടാ ചിലപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് നമുക്കും മനസ്സിലാവും. നമ്മൾ അതിന് റീസണിങ് കൊടുക്കുന്നത് അവർക്കും മനസ്സിലാവും. കാരണം നമ്മുടെ എക്സ്പീരിയൻസിനെയും അവർ ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യും. കറക്റ്റ് ഡെഫിനിഷൻ കൊടുത്താ. വെറുതെ അത് പറഞ്ഞു, അത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം, ദിസ് ഈസ് ഫോർ യുവർ ഗുഡ് എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് മനസ്സിലാവുന്നു. പകരം അവര് പറയുന്ന റീസണിങ് നമ്മളും കണ്ടുപിടിച്ച് കൊടുത്താൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരാൻ അതെ, പറ്റും അതെ. തോന്നുന്നു അല്ലേ? ഈ എല്ലാ ജനറേഷനെയും അറിയാ പറഞ്ഞിട്ടും അതൊക്കെ ഇടയ്ക്ക് ഇരുന്ന് അനലൈസ് ചെയ്യാനും ആലോചിച്ച് ചിരിക്കാനും ഒക്കെ ഒരു നല്ല ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് അവർ വിത്ത് റൺ ആൻഡ് ഗോ.